വലിയ ഇതൊക്കെ നീ എന്തിനാ പാർക്കിലോട്ട് കൊണ്ടുവന്നേ? ചോർദാർ വീടിന്റെ താഴെന്താക്കൾ അന്വേഷിച്ചപ്പോ കിട്ടിയില്ല. വീട്ടില് കള്ളന്മാരൊന്നും കേറാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ വീട്ടു സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വേഗം പാർക്കിലേക്ക് വന്നത്. നന്ദിയൊക്കെ പിന്നെ പറഞ്ഞാ മതി. അടിച്ചു പൊളിച്ചു തിമിർത്തു. കയ്യടി തരേണ്ടത് എവിടാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദൈവം ജീവജാലങ്ങൾക്ക് ബുദ്ധി കൊടുത്തപ്പോ നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. കാരണം നീ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. നീ വില കൂടിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിനുവേണ്ടി മാത്രം എല്ലാവരും ഇങ്ങനെ ഇളിച്ചു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് സംസാരിക്കൂ, എന്നിട്ട് നന്നായിട്ട് ചിരിക്കൂ. എടാ കർത്തേ, ദൂരെ നോക്കുമ്പോഴേ നിന്റെ പല്ല് കാണാം. അതിനു വേണ്ടി എല്ലാവരുടെ അടുത്തൊന്നും ഇളിച്ചു കാണിക്കണ്ട. അതെ, ഇന്ന് വൈകിട്ട് എന്താണെന്ന് അറിയാമോ? നിന്റെ പല്ല് വെട്ടി തിളങ്ങിയില്ലെങ്കിൽ ഇരുട്ടായിരിക്കും. സംശയമുണ്ടോ? എന്നെ ഇതുപോലെ ചിരിപ്പിക്കാൻ പോപ്പണ്ടേ. ഇന്ന് രാത്രി അതിന്റെ ആവശ്യം വരും. അതിന് മാത്രം എന്താ ഇന്ന് രാത്രി? അറിയാൻ ആഗ്രഹമുണ്ടോ? എന്താ കാര്യം ഒന്ന് പറ. ആദ്യം എനിക്കൊരു ക്യാരറ്റ് താ. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങൾ താ പോവാ. ചിരിപ്പിക്കേ ചിരിപ്പിക്കേ. വരും 1 2 3 ചിരിക്കേ. ഇവിടെ വരൂ. ചിരിച്ചത് മതിയാക്ക്, തിരിച്ചു പോക്. ഞാനിവിടെ വണ്ടിയിൽ നിന്ന് വീണിട്ടും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ ഇവിടെ കർത്തായെ ചിരിപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. കുറെ നേരമായി ഇവനിങ്ങനെ വിഷമിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വരൂ. ഇനി ഇത് എങ്ങോട്ട് വരാനാ ഈ പറയുന്നേ? ഒക്കത്ത് കയറ്റി ഇരുത്താനാണോ? നന്ദുവിന്റെ ഫേവറേറ്റ് കളിപ്പാട്ടം ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. ആ കളിപ്പാട്ടം വീണ്ടും അവന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെയും സന്തോഷവാനാകും. പക്ഷെ ഞാൻ ആ കളിപ്പാട്ടം വീട് മുഴുവനും നോക്കി, പക്ഷെ അതെവിടെയും കാണാനില്ല. സുൽത്താന്റെ മകനാണ് ഞാൻ, ബാഡ് മങ്കി. ഒരു കുരങ്ങനെ എങ്ങനെയാണ് നമ്മൾ മങ്കി എന്ന് വിളിക്കുന്നത്? അതായത് മനുഷ്യനെ മാൻ എന്ന് വിളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കുരങ്ങനെ മങ്കി എന്ന് വിളിച്ചുകൂടാ? ആക്ച്വലി നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഈ അടിപൊളി കാറിന് വേണ്ടിട്ടല്ലേ?
അയ്യോ വേണ്ട, ഞങ്ങൾക്ക് അടിവശം പൊളിയാത്തൊരു കാറാ വേണ്ടത്. ആഹാ കലക്കി, മാവിലെ മാങ്ങ പെറുക്കി, കയ്യിലെ കാറകിലിക്കി, കണ്ണുകൾ തമ്മിലുടക്കി, അയ്യോ ഇറുക്കി, ആഹാ കുറുക്കി. നിങ്ങൾ ഇരിക്കി, ഈ കാറ് കിട്ടിയത് എനിക്കാണ്. ഇനി ഇത് എന്റേത് മാത്രമാണ്. മനസ്സിലായോ മരത്തലയന്മാരെ? ഓ എന്റെ കാറില്ലാതെ ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല. പറയാ, ഇനി ബാലു ഡോക്ടറിന്റെ ചുമരിൽ ചൂയിങ്ക ഒട്ടിച്ച് വയ്ക്കുമോ? പറയാ, ഇന്ന് പിടിച്ചോ. നീ മുതിർന്നവരോട് തർക്കുത്തരം പറയുമല്ലേ? ഇന്നാ പിടിച്ചോ. എന്നാ പിന്നെ ഞാൻ മിണ്ടാതിരുന്നോളാം. അപ്പൊ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയില്ല അല്ലേ? ഇന്നാ പിടിച്ചോ. എന്താണ് ഒന്നും പറയാത്തത്? ഓ, ഞാൻ പറയണോ അതോ മിണ്ടാതിരിക്കണോ? ചോദിക്കുന്ന ചോദ്യത്തിന് നീ കോമഡി ആയിട്ട് ഉത്തരം പറയുന്നോ? ഇന്നാ പിടിച്ചോ. ആദ്യം തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണോ നീ? ഇന്നാ പിടിച്ചോ. എന്നാ ശരി, സാറിനോട് ഏതായാലും ഞാൻ ആദ്യം മാപ്പ് ചോദിക്കാം, അതിനുശേഷം ഞാൻ തെറ്റ് ചെയ്യാം. അതിനർത്ഥം നീ വീണ്ടും തെറ്റിയെന്നല്ലേ? ഇന്നാ പിടിച്ചോ. ഞാൻ രാവിലെ കുയില് പാടുന്നത് കേട്ടു കൂക്കു. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ കുടിക്കൂ. അടി കൈ. കന്ന സാറേ, ചായ കുടിക്കാൻ വളരെ നന്നായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ചൂട് ചായ കുടിക്കുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. സംശയമുണ്ടോ? കുട്ടികളെ, ഇന്നലെ വെച്ച പാല് മുഴുവൻ പുളിച്ചു പോയി. ചായയിൽ വീണ ബിസ്ക്കറ്റ് ദേ പെട്ടെന്ന് അലിഞ്ഞു പോയി. ഇനി ഞാൻ കാണിച്ചു തരാം കളി. ബോൾ എങ്ങനെയാണ് എറിയേണ്ടതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ? ഫുട്ബോൾ കൊണ്ട് എറിഞ്ഞപ്പോ എല്ലാവരുടെയും പുറം പള്ളിപ്പുറമായി. അടികൈ. എന്റെ അമ്മേ, ഞാൻ നേരത്തെ പിസ്സ ഓർഡർ ചെയ്തില്ലേ, അത് വേറെ പ്ലാനറ്റിൽ നിന്ന് ഓർഡർ ആയെന്നാ എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ വരുന്നത് ദൂരത്തുനിന്നാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ 1 മണിക്കൂർ വൈകിയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പൈസ തരില്ല. എന്റെ അമ്മോ, അല്ലല്ല, ഞങ്ങൾ പിസ്സ ബോയ്സ് അല്ല, വേറൊരു പ്ലാനറ്റിലെ ഏലിയൻസ് ആണ് ഞങ്ങൾ. ഇവനാണ് ഈ ഞാൻ. താനെന്താ മിണ്ടായിരിക്കുന്നേ? ആ തിരുവാ തുറന്നൊന്ന് പറ. ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളിയേ? ഞങ്ങൾ അടുത്ത ഗ്രഹത്തിലെ ഉദാസ് നഗറിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ് വരുന്നത്. അവിടെ എല്ലാവരും വലിയ വിഷമത്തിലാണ്. കോമിക്സുകൾ വായിക്കുന്നത് കാണാം, പക്ഷേ എക്സ്പ്രഷൻ കണ്ടാലോ സ്കൂളിൽ വെച്ച് കണക്ക് ടീച്ചർ ഹോംവർക്ക് കൊടുത്ത പോലാണ്. എന്റെ മുത്തച്ഛൻ പോലും അവസാനമായിട്ട് ചിരിച്ചു കണ്ടത് അദ്ദേഹത്തിന്റെ വായ പിടിച്ച് ഞാൻ ഇങ്ങനെ 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 വലിച്ചപ്പോഴാണ്. അത് പിന്നെ ചങ്ങാതിമാരെ, ഞങ്ങൾക്ക് അനിയന്മാരുണ്ട്. ഷെനീഷ് ഖുറാന, പിന്നെ ചൊവ്വേഷ്, ജാക്കി, ഏലിയാസ്. അവന്മാർക്ക് 2 പേർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടോപ്പ് റാങ്ക് കിട്ടിയപ്പോ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ചന്ദ്രനിൽ പോയി പാർട്ടി നടത്തി. അറിയോ? ആ സന്തോഷത്തിൽ ഏതായാലും നിങ്ങളുടെ അനിയന്മാരും മുത്തശ്ശനും എല്ലാവരും ചിരിച്ചു കാണുമല്ലോ. അതെ, എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു. അല്ല, ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത വന്നിട്ട് അവർ ഇങ്ങനെ. വെള്ളവും തീയും തമ്മിൽ ഒരിക്കലും ചേരില്ല. എനിക്ക് തന്റെ കൂടെ വരാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ ഞങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുന്നത്?
ഏലിയൻസിനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ബാങ്കിൽ ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലിയുണ്ട്. അടി കൈ. എന്റെ പൊന്നാശാനെ, ലോബോ ബൊബോയ്ക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് മുമ്പ് നിങ്ങളെ കൊണ്ടുവന്നൊരു പദ്ധതി ഒരുക്കിയത്. കൂട്ടുകാരെ, ഇവര് പരിധി വിടുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും കന്നാസാറിനെ രക്ഷിക്കണം. വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി പറഞ്ഞു തരും. ഞാനൊരു വീക്ക് കൊടുത്താലുണ്ടല്ലോ, ഇവർക്ക് ഇവരുടെ മുത്തശ്ശിയെ ഓർമ്മ വരും. ഐഡിയ. കൂട്ടുകാരെ, കല്ലെടുത്തെറിയ്. ഈ ഡ്രം ഉരുണ്ടുണ്ടായി ഏലിയൻസിന്റെ അടുത്തേക്കാ പോകുന്നത്. ഏലിയൻസിന്റെ അടുത്തേക്ക് അല്ലടാ, ഏലിയൻസ് നമ്മുടെ പുറകെടാ വരുന്നേ. നീ അവരെവിടെയെങ്കിലും കണ്ടോ മുമ്മു? ഞാൻ അവരെ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ഗോ, 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 ഗോ. നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അതിന്റെ മോളിൽ എഴുതിയേക്കുന്ന കണ്ടില്ലേ? ഹാൻഡിൽ വിത്ത് കെയർ. അതിന്റെ മോളിൽ നിന്ന് വേഗം എഴുന്നേക്ക്. സോറി. എടാ വേഗം വാ, നമുക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് പോകാം. എന്നിട്ട് നമ്മുടെ ആളുകളെ ചിരിപ്പിക്കാം. കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയെങ്കിലും കന്നാസാറിനെ രക്ഷിച്ചേ പറ്റൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരെ എങ്ങനെ ആക്രമിച്ചിട്ടും ഒരു കാര്യമില്ല. സംശയം ഉണ്ടോ? പണ്ട് കാരണന്മാര് പറഞ്ഞ കാര്യം എത്ര സത്യ. എന്ത് കാര്യമാണ്? എല്ലാ യുദ്ധവും അങ്ങനെ അടിപിടിയിലൂടെ ഒന്നും തീരില്ലെന്ന്. അടിപൊളി, നല്ല ഐഡിയ ആണല്ലോ. നമുക്കൊരു വഴിയുണ്ട്. ഇക്കിളിയാക്കാം. എല്ലാവരും ഇവരെ ഇക്കിളിയാക്കും. അല്ല, ഈ ഇക്കിളിയാക്കുവാന്ന് വെച്ചാൽ എന്താ? അവരതും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെന്നേ. നിങ്ങൾ എന്ത് മാജിക്കാ ഞങ്ങളുടെ ദേഹത്ത് കാണിക്കുന്നത്? ചിരി ഇപ്പൊ നിർത്താനേ പറ്റുന്നില്ലല്ലോ. അയ്യോ, ചിരിച്ച് ചാവാറായേ. ഇതിനെയാണ് ഇക്കിളി എന്ന് പറയുന്നത്. ഇക്കിളിയാക്കാൻ ഹണി അഗ്രഗണ്യനാ. താങ്ക് യു കൊച്ചളിയ. ഇപ്പോഴെങ്കിലും നീനൊന്ന് അംഗീകരിച്ച് തന്നല്ലോ. പോപ്പട്ടെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഇപ്പൊ ഓഫ് ചെയ്യാം. ഹണി വന്നിടത്ത് ഉറങ്ങ്. അയ്യോ എന്റെ അമ്മച്ചി, എന്തൊരു ക്ഷീണം എനിക്ക്. ഞങ്ങൾ ജോലി ചെയ്തായിരുന്നു, അതിന്റെ ക്ഷീണമാ ഞങ്ങൾക്ക്. നീ ഇവിടെ എന്ത് ജോലി ചെയ്തു? പിന്നെന്താ ക്ഷീണം?
അതെ, ആരാ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത്? ഈ ഒന്നും ചെയ്യാതിരുന്നതും ഈ ഞാൻ തന്നെയല്ലേ? പണി ഏതായാലും ആരും ചെയ്തില്ലല്ലോ. അഥവാ ഞാനൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ വെറുതെ ഇരുന്ന പണിയില്ലേ, അതാരാ ചെയ്തത്? ഈ വെറുതെ ഇരിക്കുന്നതും സത്യം പറഞ്ഞൊരു വലിയ പണി തന്നെയല്ലേ? ഇറ്റ്സ് എ ടീം വർക്ക് കൊച്ചളിയ. അഥവാ നമ്മൾ വെറുതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അത് ശരി, എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ട ജോലികളൊക്കെ വേണ്ടെന്ന് വെക്കണം. അത് മാത്രമല്ല, നമ്മളത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കണം. എല്ലാ ദിവസവും ഈ കട്ടിലിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ പണിയെടുക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ തന്നെ എക്സ്പ്രഷൻ കൊടുക്കണം. ചിലപ്പോ നമ്മൾ കണ്ടു കാണും. പണി ചെയ്യുന്ന കാര്യം പറയുമ്പോ ദാ ഇതുപോലുള്ള റിയാക്ഷൻ വേണം കൊടുക്കാൻ. ദാ കണ്ടില്ലേ, നമ്മൾ ചുമ്മാ പണിയെടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പണി ചെയ്യണമെന്ന്. TV റിമോട്ടിനൊപ്പം ടൂത്ത് പേസ്റ്റ് ഫ്രീ. അന്തരീക്ഷത്തിൽ ഹോളി കളിക്കുന്നതിലൂടെ മുഖത്തെ പിമ്പിൾസ് മാറി കിട്ടും. മാത്രമല്ല ബെല്ലി ഡാൻസിലൂടെ കിട്ടുന്നതാണ് സ്റ്റഡി വിസ. കൊച്ചളിയ, ഈ പോപ്പട്ട് എന്തായി പറയുന്നത്? ഞാൻ വിചാരിച്ചു നീ ഇതൊക്കെ ഒറ്റയ്ക്കാ ചെയ്യുന്നതെന്ന്. ഇതിപ്പോ നീ നിന്റെ ഭ്രാന്തം ചേർന്നാ ചെയ്യുന്നത്. എന്തോന്ന്? അൺലോജിക്കൽ, പിന്നെ മണ്ടത്തരത്തിന്റെ കൂമ്പാരവും. ഇവന്റെ തലയ്ക്കത്ത തലച്ചോറാണോ അതോ പരിപ്പ് കൊണ്ടുള്ള കിച്ചടിയോ? പോയൊരു ചായ ഇട്ടോണ്ട് വാ. തന്റെ വേലക്കാരല്ല, തന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ കണ്ണ് കണ്ടൂടെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഏടോ, തനിക്ക് ചായ ഇട്ട് തരാൻ ഞങ്ങൾക്ക് എന്താ വേറെ ജോലിയില്ലേ? എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട. വിവരമില്ലാത്ത മരത്തലയന്മാർ. അതെ, ഞങ്ങൾ മരത്തലയന്മാർ. താൻ തന്റെ ജോലി നോക്ക്. ഞങ്ങളെ ചുമ്മാ കളിയാക്കുമ്പോ തന്റെ കാര്യം നോക്ക്. വെറുതെ വാചകം പഠിക്കേണ്ട, തന്റെ ജോലി നോക്ക്. എടോ, ചുമ്മാ വായി നോക്ക്. അതിപ്പോ തന്നെ തന്റെ കാര്യം നോക്ക്. തന്റെ ജോലി നോക്കാൻ. പുറത്താരോ വന്നിട്ടുണ്ട്. പോയാ വാതിലൊന്ന് തുറക്ക്. ഞാൻ ഡാൻസിൽ റാപ്പോ മിക്സ് ആക്കും. വന്നിട്ടുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ടിന് ഫോണിൽ ബ്ലോക്ക് ആക്കി. എന്റെ കസിനെ പാർക്കിൽ പോസ്റ്റ് ആക്കിയോ? ഇത് ഡോക്കിയാണോ അതോ ഡിസയാണോ? അല്ലെങ്കിൽ ഡെലിവറി ആയി വന്ന പിസയാണോ? ഇനി ഫ്യൂഷൻ ഇല്ല, ഞാൻ എന്ത് പറയാൻ? വായ തുറന്നേ പറ്റോളൂ, പറഞ്ഞേ പറ്റോളൂ. അല്ലെങ്കിൽ പിന്നെ തുടങ്ങിയോ? മ്യൂസിക് നിർത്താനല്ലേ പറഞ്ഞേ? ഞങ്ങൾ തന്റെ CD എല്ലാം നശിപ്പിച്ചല്ലേ, പിന്നെ മ്യൂസിക് എവിടെന്നാ വരുന്നേ? CD വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ നശിപ്പിച്ചോളൂ. പക്ഷേ ഈ പെൻ ഡ്രൈവ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരു ചുക്കും സംഭവിക്കില്ല. എല്ലാ മ്യൂസിക്കും ഈ പെൻ ഡ്രൈവിൽ നിന്നാ വരുന്നത്. ഈ മ്യൂസിക് സിസ്റ്റം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇനി സിസ്റ്റവും ഇല്ല, ഉറക്കം കെടുത്തുന്ന മ്യൂസിക്കും ഇല്ല. സംശയമുണ്ടോ? എന്റെ ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റം മൊത്തത്തിൽ നശിപ്പിച്ചു നിങ്ങൾ. ഇപ്പൊ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇതിന് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ. ഞങ്ങൾ നശിപ്പിക്കല്ലാതെ വേറെ എന്താണ് ചെയ്യുക? ഈ സമയത്ത് എല്ലാരും കിടന്ന് ഉറങ്ങുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അതെ, തീർച്ചയായും. ഇതൊക്കെ ഒരു മ്യൂസിക് ആണോ? വല്ല സിനിമ പാട്ടും വെച്ചൂടെ? സോറി. എടാ മണ്ട, ഞാൻ പറഞ്ഞു വന്നത് ഇവർ ലൗഡ് സ്പീക്കർ വച്ചിരിക്കുന്നു എന്നാണ്. അത് ശരി. എന്നാ പിന്നെ മ്യൂസിക്കിന്റെ വോളിയം കുറച്ച് വെച്ചൂടെ? നമ്മളിവിടെ മ്യൂസിക് ഉണ്ടാക്കാനല്ല, നിർത്താനാ വന്നത്. ഇനി നിങ്ങൾ ഉച്ചത്തിലെങ്ങാനും പാട്ട് വെച്ചാ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാം. പറഞ്ഞേക്കാം, പാട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വെക്ക്. അല്ല പിന്നെ എടാ, ഇന്നലെ നമ്മുടെ അയൽക്കാർ കാരണം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവന്മാരുടെ ബഹളം ഇല്ലാത്തോണ്ട് ഇപ്പൊ കുറച്ച് ആശ്വാസമെങ്കിലും ഉണ്ട്. ഇന്ന് അമ്മയുടെ പാട്ട് നിർത്തണം. അതെ, വേഗം വാ. എല്ലാ സിസ്റ്റവും നശിപ്പിച്ചായിരുന്നല്ലോ, പിന്നെ ഈ പാട്ട് എവിടെന്നാ വരുന്നേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്റെ കയ്യിൽ ഈ പെൻ ഡ്രൈവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാനാവില്ല. മനസ്സിലായോ? ഓടിക്കോ.
വേഗം എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ബിൽഡിംഗ് എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകാം. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പെൺഡ്രൈവ് കൈക്കലാക്കണം. ഐഡിയ, എല്ലാരും വാ. നിങ്ങളുടെ ഈ സ്കൂട്ടറിനെ ഞാൻ മ്യൂസിക് വെച്ച് ഇടിച്ച് തരിപ്പണമാക്കും, നോക്കിക്കോ. ഒരു മിനിറ്റ്, ആ തൊപ്പിക്കാരൻ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ ഈ പെൻ ഡ്രൈവ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, മരത്തലയന്മാരെ. നിനക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമല്ലേ? ദാ കേട്ടോ. അയ്യോ വേണ്ട, ഞങ്ങളുടെ ചെവിയോട് ചോര വരും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന്?